നമസ്കാരം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. ലോക ഹൃദയ ദിനം പറയുമ്പോൾ അതിനൊരു പ്രമേയമുണ്ട്. ഡോണ്ട് മിസ് എ ബീറ്റ്. ഒരു മിടിപ്പ് പോലും ഒഴിവാക്കരുത്. അത്രത്തോളം സൂക്ഷ്മതയോടും ശ്രദ്ധയോടും നമ്മൾ പരിപാലിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഹൃദയം. ഹൃദയാരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിനത്തിൽ സംസാരിക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം ഡോക്ടേഴ്സാണ്. ഡോക്ടർ അരുൺ തങ്കപ്പൻ, ചീഫ് കാർഡിയോ തൊറാസിക് സർജൻ. കൂടെയുള്ളത് ഡോക്ടർ സുപ്രിയ മാഡം, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. രണ്ടുപേർക്കും നമസ്കാരം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? നമുക്കറിയാം, ദിവസം തോറും ഹൃദയാഘാതം കൂടുന്നു, ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അങ്ങനെ എല്ലാം വാർത്തകൾ വരുന്ന ഒരു കാലത്താണ് നമ്മൾ പോകുന്നത്. അപ്പം ഒരു മെഡിക്കൽ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ലോക ഹൃദയ ദിനം എന്നുള്ളൊരു പ്രമേയവും ഒരു ദിനവും ആചരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഹൃദയാരോഗ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വിഷ്വലൈസ് ചെയ്തത് ലോക ഹൃദയ ദിനം ആദ്യമായിട്ട് കൊണ്ടാടിയത് 2000-ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം പ്രത്യേക മെൻഷൻ അർഹിക്കുന്നു. കാരണം ഇത് 25-ാമത്തെ വർഷമാണ്. അത് തുടങ്ങിയത് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും WHO-വും കൂടെ 1999 കൺസെപ്റ്റ് വന്നു. അപ്പോൾ അത് പ്രമാണിച്ചിട്ടാണ് 2000 സെപ്റ്റംബർ 24 ആദ്യമായിട്ട് വേൾഡ് ഹാർട്ട് ഡേ കൊണ്ടാടിയത്. പിന്നീട് അത് സെപ്റ്റംബർ 29 മാറ്റി. അപ്പോൾ അതിനുശേഷം എല്ലാ വർഷവും, അതായത് ഓരോ വർഷവും നമ്മളുടെ ജീവൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഹൃദയത്തിൻ്റെ ആ ആരോഗ്യം സംരക്ഷിക്കാനും അതിനെക്കുറിച്ച് ലോകത്ത് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും കൂടെ വേണ്ടിയാണ് ഇങ്ങനൊരു ദിവസം എല്ലാ വർഷവും നമ്മൾ കൊണ്ടാടുന്നത്. ഇക്കൊല്ലത്തെ തീം, അതായത് മോട്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഡോണ്ട് മിസ് എ ബീറ്റ്, ഒരു സ്പന്ദനം പോലും പാഴാക്കരുത്. അതാണ് തീർച്ചയായും. ഇപ്പം പ്രമേയത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു, ഈ ലോക ഹൃദയ ദിനത്തിൻ്റെ പ്രമേയം. ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അറ്റാക്ക് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത്, അതിൻ്റെ തോത് എങ്ങനെയാണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 40% മരണങ്ങൾ ഹൃദയരോഗ സംബന്ധമായിട്ടാണ് ഉണ്ടാകുന്നത് ലോകമെമ്പാടും. ലോകത്ത് നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യ ഒരു ഹൃദയരോഗത്തിൻ്റെ ഒരു ക്യാപിറ്റലായി വരികയാണ്. അതിൽ തന്നെ കേരളം, നമ്മുടെ ഈ കൊച്ചു കേരളം അതിൽ തന്നെ വളരെ മുന്നിലേക്കാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മാറുന്ന ജീവിതചര്യകൾ, നമ്മുടെ മാറുന്ന ഭക്ഷണ രീതികൾ, പിന്നെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ എന്നീ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കൂടി വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സ്ട്രെസ്സ്, ബാക്കി ഒരുപാട് ഘടകങ്ങളുണ്ട്, എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, മലിനീകരണങ്ങളുണ്ട്, മായ കലർന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു ഹൃദയരോഗത്തിൻ്റെ ഒരു തോത് കൂടി കൊണ്ടുവരികയാണ്. നമ്മളൊരു 10 year റിസ്ക് പറയും, അതായത് ഹൃദ്രോഗം വരാനുള്ളത്. പല സ്കോറിങ് വെച്ചിട്ടൊക്കെയാണ് നമ്മളത് കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു റിസ്ക് അസസ് ചെയ്യുമ്പോഴത്തേക്കും കേരളത്തിൽ ഒരു 19.5% റിസ്ക്കാണ് പറയുന്നത്. 10 yearsനുള്ളിൽ ഹൃദ്രോഗം ഒരാൾക്ക് വരാനുള്ള സാധ്യത. നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ നമ്പർ ആണെങ്കിലും നമ്മളൊരു ലാർജ് സ്കെയിലായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി ബിഗ് നമ്പർ ആക്ച്വലി. പിന്നെ പക്ഷെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ 2020 മുതൽ 2021 വരെയുള്ള ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് ഹൃദ്രോഗത്തിൻ്റെ ആ ഒരു ഇൻസിഡൻസ് കുറച്ചൊന്ന് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് 25% നിന്ന് 21%. ഇറ്റ് സ്റ്റിൽ ഹൈ, പക്ഷേ എന്നാലും ആൾക്കാരുടെ ഇടയിൽ കുറച്ചൊക്കെ ഒരു അവബോധം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും അതൊരു നല്ല രീതിയിലേക്ക് പോകണം എന്നുള്ളൊരു ജനറൽ ട്രെൻഡ് വന്നു തുടങ്ങി എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വരാറുണ്ട്, പുരുഷനും വരാറുണ്ട്. അതെങ്ങനെയാണ് ഒരു ജെൻഡർ ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ? സ്ത്രീകൾ അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മെനാർക്കി മുതൽ മെനോപോസ് വരെയുള്ള അതിനിടയ്ക്ക് അവർ ദേ ആർ പ്രൊട്ടക്റ്റഡ് എന്നാണ് പറയുക. ഈസ്ട്രജൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉള്ളതുകൊണ്ട് അവർ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുക. എന്നാൽ പോലും നമുക്ക് ഇപ്പം വളരെയധികം യങ് ജനറേഷനിലുള്ള വനിതകൾക്കും ഇത് ഉണ്ടാകുന്നത് വളരെയധികം കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു മേജർ ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ എന്നുള്ള രീതികൾ കൂടുതൽ പോകുന്നതുകൊണ്ടും, പിന്നെ സ്ത്രീകൾ സാധാരണഗതിയിൽ ഇത്തരം അസുഖങ്ങളെ ചികിത്സിക്കുന്നതിന് ഒരു തടസ്സവും അല്ലെങ്കിൽ ഒരു താമസവും ഉണ്ടാകാറുണ്ട് എന്നുള്ളതും കൊണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ഹൃദയരോഗവും കൂടി വരിക. ഒരു
പ്രമേഹമുള്ള പുരുഷന് 2 ഇരട്ടിയാണ് ഹൃദ്രോഗം വരാൻ സാധ്യതയെങ്കിൽ സ്ത്രീക്ക് 3 ഇരട്ടിയാണ്. അതുമാത്രമല്ല, സാറ് പറഞ്ഞ പോലെ സ്ത്രീകളിൽ ഇത് ലേറ്റായിട്ട് കണ്ടുപിടിക്കപ്പെടുകയും തന്മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അഥവാ സീരിയസ്നെസ് അഥവാ കോംപ്ലക്സിറ്റി ഓഫ് ദി ഡിസീസ് അത് കൂടുകയും മരണനിരക്കും കൂടുകയും ചെയ്യുന്നു. ഇപ്പോൾ ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് ഹൃദ്രോഗം വരുന്നു അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വന്ന് മരണപ്പെടുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? തീർച്ചയായും അതൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അത് നമ്മൾ മുമ്പൊക്കെ വളരെ പ്രായമുള്ളവരിലായിരുന്നു ഇത്തരം ഹൃദ്രോഗങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് താന്ന് 30 ലേറ്റ് 20s അഥവാ 20കളുടെ അറ്റത്തും അല്ലെങ്കിൽ 30കളിലും 40കളിലും വളരെയധികം കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാരണം പ്രോബബ്ലി നമ്മുടെ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽസാണ്. ഇപ്പം പണ്ട് കാലങ്ങളിൽ പറഞ്ഞ പോലെ ആളുകൾ നന്നായി ഭക്ഷണം കഴിച്ചിരുന്നു, എന്നാൽ നന്നായി പണി ചെയ്തിരുന്നു, നല്ല എക്സസൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മായയും അല്ലെങ്കിൽ ഒരു വളരെ പ്യുവറായിട്ടുള്ള ഫുഡായിരുന്നു അവർ കൂടുതലും കഴിച്ചിരുന്നത്. ഈ ഓയിൽ കുറവ്, സ്റ്റാർച്ച് കുറവായിട്ടുള്ള നല്ല ഒരു ഭക്ഷണ രീതി അവർക്കുണ്ടായിരുന്നു. ഇതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പം അതൊരു കാരണമായിട്ടാണ് തോന്നുന്നത്. പുതിയ തലമുറയുടെ ഫുഡ് ഹാബിറ്റ് മാറി എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ജങ്ക് ഫുഡ്സിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് എത്രത്തോളം അപകടകരമാണ്? വളരെയധികം അപകടകരമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്വിഗ്ഗി ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല. പിസ്സ, ബർഗറൊക്കെ വളരെയധികം കോമൺ. അതായത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ട്രെൻഡ് കുഞ്ഞു കുട്ടികൾ, അതായത് അഡോളസൻസ് മുതൽ തന്നെ നമ്മളിത് കാണുന്നു. അപ്പോൾ അവരുടെ ആ ഒരു ക്യുമുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫുഡ് ഹാബിറ്റ്സ് വളരെ ചെറുപ്പത്തിലേ ശീലിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ എല്ലാം ലൈഫ് സ്റ്റൈൽ, ലൈഫ് ഈസി ആവുന്ന, മെക്കനൈസ്ഡ് ആവുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ വ്യായാമക്കുറവും ഇതിന് സൈഡ് ബൈ സൈഡായിട്ട് പോകുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടും കാർഡിയക് ഡിസീസസ് കൂടാൻ കാരണമാകുന്നത്. പിന്നെ ജങ്ക് ഫുഡ് അഥവാ പ്രോസസ്ഡ് ഫുഡ്, അതിൻ്റെ പല ന്യൂട്രിയൻസും അതിൽ നിന്ന് പോയി കഴിഞ്ഞ് ടിൻഡ് ക്യാൻഡ് ഫുഡ്സ്, സോൾട്ട് കണ്ടൻറ്റ് ഹൈ ആയിട്ടുള്ളത്, പ്രിസർവേറ്റീവ്സ് ഉള്ളത്, പിന്നെ ട്രാൻസ് ഫാറ്റ് അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ്സ് കൂടുതലുള്ള ഫുഡ്സാണ്. ഇത് ശരീരത്തിന് മെറ്റബോളൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് കൊഴുപ്പായിട്ട് രക്തധമനികളിൽ അടിയുന്നു. അത് പിൽക്കാലത്ത് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ചോദിക്കാനുള്ള, ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ ആളുകൾ പറയാറുണ്ട് ഒരുപാട് ഫുഡ് കഴിച്ചാലും വർക്കൗട്ട് ചെയ്തിട്ട് അതിനെ ഞങ്ങൾ ബാലൻസ് ചെയ്യാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഫുഡ് ഒരുപാട് കഴിക്കുന്നതിനേക്കാളേറെ എന്ത് ഫുഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലാണോ കഴിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ വെയിറ്റ് കൂടുതലുള്ള ഒരാൾക്ക് കൂടുതൽ ഭക്ഷണം കഴിച്ചേ പറ്റൂ, വെയിറ്റ് കുറഞ്ഞ ഒരാൾ കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിലധികം ഭക്ഷണം കഴിക്കുക, അതിൽ തന്നെ ഓയിൽ റിച്ച് ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് നമുക്ക് എപ്പോഴും കുഴപ്പമുണ്ടാക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലാതിരിക്കുക. പ്രോസസ്ഡ് ഫുഡ്, ഓഫ് കോഴ്സ് നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡിൻ്റെ ആണ് കൂടുതലായിട്ട് ട്രാൻസ് ഫാറ്റും അത്തരം ഹാനികരമായിട്ടുള്ള ഓയിലുകളും മറ്റും കൂടുതലായിട്ട് കാണുക. അപ്പം എന്ത് ഫുഡ് കഴിക്കുന്നു നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഏറെയാണോ എന്നുള്ളതാണ് അതിൽ മോർ ഇമ്പോർട്ടൻറ്റ്. ഇതിനൊപ്പം തന്നെ നമ്മൾ ഈ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഹൃദ്രോഗങ്ങളിൽ ഒരു പ്രധാന റോള് ജനിതകമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ജനിതകമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോൾ നമ്മൾ കാണുന്ന കാർഡിയാക് ഡെത്ത്സ് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹൃദയാഘാതം, അത് ഭൂരിഭാഗവും ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കാരണമാണ്. പിന്നെ വളരെ റെയർലി ജനിതകമായിട്ടുള്ള, അതായത് ചില കൊളസ്ട്രോൾ മെറ്റബോളിസിലെ പ്രശ്നങ്ങൾ, ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയാസ് എന്നൊക്കെ പറയും. അതായത് ജനിതകമായി തന്നെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ, അതായത് റിസപ്റ്ററിൻ്റെ ഒക്കെ പ്രശ്നം കാരണം കൊളസ്ട്രോൾ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റാതിരിക്കുക, അത് രക്തധമനികളിൽ അല്ലെങ്കിൽ പാൻക്രിയാസിലൊക്കെ അടിഞ്ഞുകൂടുക, തന്മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുക. അത് പക്ഷേ വളരെ ഒരു ഷോർട്ട് നമ്പറേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ വേറെ എന്ന് വെച്ചാൽ പോളിജനിക് ട്രേറ്റാണ് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. പല ജീൻസിൻ്റെയും കൂടെ സംക്ഷിപ്തമായൊരു അഥവാ ഇൻട്രാക്ഷൻ മൂലം വരുന്ന ഒരു കാരണങ്ങൾ. പിന്നെ ഈ എൻവയറമെൻ്റൽ ചേഞ്ചസും, അതായത് ഫേവറബിൾ എൻവയറമെൻറ്റും ജനറ്റിക് റിസ്ക്കും, പ്രത്യേകിച്ച് ഇന്ത്യൻ ജനതയിൽ, അതായത് സൗത്ത് ഏഷ്യൻ ജനതയിൽ കാർഡിയോവാസ്കുലർ റിസ്ക് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അങ്ങനെ പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ലൈഫ് സ്റ്റൈൽ കൂടെ മോശമാകുമ്പോഴത്തേക്കും ദേ സ്റ്റാൻഡ് അറ്റ് എ വെരി ഹൈ റിസ്ക്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനിതകമായി എന്ന് പറഞ്ഞ കാരണം ഞാൻ പറയുകയാണ്, ഒരു ചെറിയ ശതമാനം വേറെയും ഹൃദ്രോഗങ്ങൾ ഉണ്ടാവാം. അതായത് എറിത്മിയാസ്, താളവ്യതിയാനങ്ങൾ, പിന്നെ കാർഡിയോമയോപ്പതീസ്, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി, പിന്നെ കുട്ടികളിൽ കാണുന്ന കൺജന്റൽ ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ ജനിതകമായി വരുന്ന ഹൃദ്രോഗങ്ങളിൽ പെടുന്നവയാണ്. അപ്പോൾ ആളുകൾക്ക് പൊതുവേ ഫുഡ് കഴിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ അസിഡിറ്റി ആണെന്ന് പറഞ്ഞിട്ട് നെഞ്ചരിച്ചിൽ വരുന്നു, അസിഡിറ്റി വന്നിട്ടാണ്, അതിനെ കാര്യമാക്കാതെ പോകാറുണ്ട്.
എന്താണ് അവരോടൊക്കെ അത്തരം ആളുകളോട് പബ്ലിക്കിനോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് സാധാരണഗതിയിൽ പറയുന്നത് നെഞ്ചുവേദന എന്ന് പറയുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 50% ആൾക്കാരിൽ മാത്രമേ നെഞ്ചുവേദന എന്ന് പറയുന്നത് ഒരു ഹാർട്ട് അറ്റാക്കിൽ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി 50% ആൾക്കാരിൽ നെഞ്ചുവേദന ചിലപ്പം ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു നെഞ്ചുവേദന ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവർക്ക് പലപ്പോഴും ഒരു നെഞ്ചരിച്ചിലായിട്ടോ അല്ലെങ്കിൽ തോളിന് വേദനയായിട്ടോ അല്ലെങ്കിൽ കൈക്കൊരു വേദനയായിട്ടോ അല്ലെങ്കിൽ താടിക്കൊരു വേദനയായിട്ടൊക്കെ ആയിരിക്കാം അത് കാണുക. അപ്പോൾ ഇത് പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ആളുകൾ അത് മിസ്സാകുകയും അല്ലെങ്കിൽ അത് ഒരു നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിച്ചതിൻ്റെ പ്രശ്നമാണ് എന്ന് വിചാരിക്കുകയും ചെയ്ത് മിസ്സാകുന്ന രീതികൾ ഒത്തിരി ഉണ്ട്. അപ്പം ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഹൃദ്രോഗം വരുവാൻ ഹൈ റിസ്ക് ഉള്ള ഒരാൾ എപ്പോഴും ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എപ്പോഴും ഒരു കണിക ഒരു സംശയം ഉണ്ടാവണം, അത് ഇങ്ങനെയും കൂടെ ആവാമെന്നുള്ളത്. പിന്നെ ടിപ്പിക്കലായിട്ടുള്ള പ്രത്യേകിച്ചും ഡയബറ്റിസ് ഉള്ള ആൾക്കാരിൽ സാറ് പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള നെഞ്ചുവേദന വരണം എന്നില്ല. അത് അമിതമായ സ്വെറ്റിംഗ് ആകാം, അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് തോന്നുന്നൊരു ക്ഷീണമാകാം, അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള കിതപ്പാകാം, ഈവൻ തലകറക്കോ അല്ലെങ്കിൽ ഒരു ബോധക്കേടോ, ഇതിലേത് വേണമെങ്കിലും ആകാം. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആൾക്കാർ സിംറ്റംസ് എന്തെങ്കിലും വരികയാണെങ്കിൽ മിനിമം ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും ക്ലിനിക്സും ചെറിയ ചെറിയ ക്ലിനിക്സും ECG എടുക്കുന്ന സെൻറ്റേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ECG എടുത്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണുക, ബാക്കി ചികിത്സിക്കുക. ഇപ്പോൾ മാഡം പറഞ്ഞതിൽ നിന്ന് ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് അറിയണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഡയഗ്നോസിസിലേക്ക് പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യത്തേത് സിംറ്റം തന്നെയാണ് ബേസിക്കലി. പിന്നെ ടിപ്പിക്കൽ ഓർ എടിപ്പിക്കൽ, അതായത് സാധാരണ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ അല്ലാത്തത്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണണം. ECG ആണ് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആദ്യത്തെ ECGയിൽ ഒന്നും കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ 1 hour അല്ലെങ്കിൽ 2 hours കഴിഞ്ഞിട്ട് ECG റിപ്പീറ്റ് ചെയ്യും. പിന്നെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊരു ട്രോപ്പോണിൻ എന്ന് പറഞ്ഞൊരു ബയോ മാർക്കർ ചെയ്യാം. 4 to 6 hours കഴിയുമ്പോൾ അത് പോസിറ്റീവ് ആവും. പിന്നെ എക്കോ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ എക്കോ ചെയ്യാം. ഇതെല്ലാം ആ ഒരു ഇനീഷ്യൽ എല്ലാത്തിനും കൂടെ ഒരു കൊറാബറേറ്റീവ് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊരു ഡയഗ്നോസിലേക്ക് എത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ ഒരു ഫുൾ ചെക്കപ്പ് ഇപ്പോൾ കഴിഞ്ഞതാണ്, പക്ഷേ എനിക്കൊന്നും കണ്ടില്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ അറ്റാക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവൻറ്റ് വരുമ്പോൾ മാത്രമേ പലപ്പോഴും ECGയിലോ അല്ലെങ്കിൽ എക്കോയിലോ ഇത് പുറത്തു വരുന്നുള്ളൂ. പക്ഷേ അത് നമുക്ക് ബ്ലോക്ക് ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥമല്ല. അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അത് ആൻജിയോഗ്രാം വഴിയേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതുവഴി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് നമുക്കൊരു സംശയം തോന്നുകയാണ്, ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ചെയ്യാവുന്നതാണ് ECG, എക്കോ, ഇതെല്ലാത്തിന് ശേഷം ചെയ്യാവുന്നൊരു കാര്യമാണ് TMT, പിന്നെ ആൻജിയോഗ്രാം. ഈ ഹൈ റിസ്കിനെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഹൈ റിസ്ക് എന്ന് വെച്ചാൽ ചില കാറ്റഗറീസ്, അതായത് ഡയബറ്റിസ് ഉള്ള ആൾക്കാർ, ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദമുള്ളവർ, ഒബീസിറ്റി ഉള്ളവർ, ജനറ്റിക് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, പിന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, പിന്നെ ഡിസ്ലൈപ്പിഡീമിയ, അതായത് കൊളസ്ട്രോൾ മെറ്റബോളിസം പ്രശ്നമുള്ളവർ, അത് ജനിതകമായിട്ടും വരാം. ഈ കാര്യങ്ങളൊക്കെ ഉള്ളവർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ. പിന്നെ ഏജ്, നമ്മൾ ഏജ് ചെയ്യുന്തോറും നമ്മുടെ വാസ്കുലർ സിസ്റ്റം, അതായത് രക്തധമനികളും ഏജ്ഡ് ആവും. അപ്പോൾ അതും ഒരു ഹൈ റിസ്ക് കാറ്റഗറിയാണ്. പിന്നെ പോസ്റ്റ് മെനപ്പോസലായിട്ടുള്ള സ്ത്രീകൾ, അവരുടെ ആ ഈസ്ട്രജൻ്റെ പ്രൊട്ടക്ഷൻ കഴിയുമ്പോൾ, ആ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരിൽ ബാക്കി പുരുഷന്മാരിൽ കാണുന്ന റിസ്ക് ഫാക്ടേഴ്സ് അവരിൽ അധികമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കാം. സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വിഭാഗം ഇപ്പോഴും പുകവലിക്കുന്ന ആളുകളുണ്ട് അല്ലേ? സ്മോക്കിംഗ് അതുണ്ടാക്കുന്ന റിസ്ക് വലുതാണ്. സ്മോക്കിംഗ് കോസസ് ഹാർട്ട് ഡിസീസ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാണുന്ന ഒരുപാട് മെയിൽ പേഷ്യൻസിലും, ഫീമെയിൽ പേഷ്യൻസിൽ അധികമില്ല, മെയിൽ പേഷ്യൻസിലും സ്മോക്കിംഗ് വളരെയധികം ഒരു കോസാണ്. പിന്നെ ഈ സ്മോക്കിങ്ങിന് 2 പ്രശ്നങ്ങളാണ് ഞാൻ എപ്പോഴും കാണുക. ഒന്ന്, സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഹൃദ്രോഗമുണ്ടാക്കും, നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാക്കും, ബാക്കി രക്തധമനികളിൽ കൊഴുപ്പും അല്ലെങ്കിൽ ബാക്കി ബ്ലോക്കുകളുണ്ടാക്കും, രക്തധമനികളിൽ ബ്ലോക്കുകളുണ്ടാകും, കൈകാലുകളാവട്ടെ, ബാക്കി തലച്ചോറുകൾ എല്ലാം. ഇതിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അഡിക്ഷൻ. സ്മോക്കിംഗ് ആൽക്കഹോളിസത്തിനേക്കാളും ഏകദേശം 200 ഇരട്ടിയോളം മോർ അഡിക്റ്റീവാണ്. അപ്പോൾ അത് നിർത്താൻ ഇത്രയും പ്രയാസമാണ്. ഇനി പലപ്പോഴും സ്മോക്കിംഗ് നിർത്തുമ്പോഴുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ്, ഇതും നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. ഇനി ഇപ്പോഴത്തെ കാലത്ത് സ്മോക്കിംഗ് മാത്രമല്ല, സ്മോക്കിംഗ് എന്ന് പറയുന്നത് നിക്കോട്ടിൻ മാത്രമായിരുന്നു. ഇപ്പോൾ അത് മാത്രമല്ല, പലതരത്തിലുള്ള ആഡഡ് ഡ്രഗ്സും പലതരത്തിലുള്ള സബ്സ്റ്റൻസുകളും ഇപ്പം വളരെയധികം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതും സഡൻ കാർഡിയക് ഡെത്തും ഹൃദ്രോഗങ്ങൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട്.
ഇത്തരത്തിലൊക്കെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്തെല്ലാമാണ്? അതായത് ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് ഹൃദയാഘാതമായിട്ട് വരികയാണെങ്കിൽ ബേസിക്കലി നമ്മൾ അഡ്മിറ്റ് ചെയ്യും പേഷ്യൻ്റ്. അത് കഴിഞ്ഞ് നമ്മളൊരു ലോഡിംഗ് ഡോസ് കൊടുക്കും. അതായത് ആസ്പിരിൻ ഗുളിക പണ്ട് ക്ലോപ്പിഡോഗ്രിൽ കൊടുത്തിരുന്നു, ഇപ്പോൾ അതിൻ്റെ തന്നെ ഹയർ വേർഷനായിട്ട് ടിക്കാഗ്രിലോർ, പിന്നെ സ്റ്റാറ്റിൻ. ഈ 3 ഗുളികകൾ നമ്മൾ ഹയർ ഡോസിൽ ലോഡിംഗ് എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് രക്തക്കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലിയിച്ച് കളയാൻ പാകത്തിന്. പിന്നെ 2 രീതിയിലുള്ള ചികിത്സയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, ഒരു അക്യൂട്ട് MI വരികയാണെങ്കിൽ. രണ്ടാമത്തത് ത്രോംബോലൈസിസ്. ഞാൻ ത്രോംബോലൈസിസ് രണ്ടാമത് പറയാൻ കാരണമുണ്ട്. കാരണം കണക്കുകൾ പ്രകാരം നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റ് കണ്ട് ആൻജിയോഗ്രാമിനെടുത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയാണെങ്കിൽ ആ രക്തക്കുഴൽ നമ്മൾ ഉടനെ തുറക്കുകയാണ്. അപ്പോൾ അതുമൂലം പിന്നീട് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ഒരു ലിമിറ്റ് വരെ അത് കുറയും. അതായത് ഒരു 95% എഫക്റ്റീവാണ്. പക്ഷേ നമ്മൾ ത്രോംബലൈസ് ചെയ്യുകയാണെങ്കിൽ വേറെ ചിലപ്പോൾ ഇതിന് സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ, അതായത് ഫസ്റ്റ് ആയിട്ട് ഇഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന ചികിത്സാ മാർഗം ത്രോംബോലിസിസ് ആണെങ്കിൽ അത് ചെയ്യണം. അതിനൊരു 70 മുതൽ 75% വരെ രക്തധമനി തുറക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ബാക്കി ഒരു 15% ചിലപ്പോൾ അടഞ്ഞു തന്നെ കിടന്നേക്കാം. പിന്നീട് നമുക്ക് അവരെ അതുള്ള കേപ്പബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അത് ബാക്കി ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും. ഇതാണ് ഒരു അക്യൂട്ട് MIയുടെ ഇമ്മീഡിയറ്റ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പല ക്ലാസ്സസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ്, ആൻറ്റി എൻജൈനൽസ്, BP കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ BP കൂട്ടാനുള്ള മരുന്നുകൾ പേഷ്യൻ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ട് ബാക്കി മരുന്നുകൾ വരും. ഇത് ഒരു ഡെഫിനറ്റീവ് മാനേജ്മെൻറ്റ്. അത് കഴിഞ്ഞ് പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുമ്പോൾ ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഇതെല്ലാമാണ് ഒരു കോംപ്രിഹെൻസീവായിട്ട് സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ MIയുടെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോൾ അത് വേറെ രീതിയിൽ ഡീൽ ചെയ്യണം. അല്ല, ആ ഒരു സ്റ്റേജിലായിരിക്കും സർജറിയുടെ ഒരു റോള് വരുന്നത് അല്ലേ? സർജറിയുടെ റോൾ എന്ന് പറയുന്നത് കൂടുതലും ഇപ്പോഴത്തെ കാലത്തൊരു സെക്കൻഡറിയാണ്. എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ആദ്യം നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, ത്രോംബോലൈസിസ് എന്നുള്ള രീതിയിൽ പോകുന്നു. ഇനി എല്ലാ കേസുകൾക്കും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധിക്കില്ല, കാരണം അതിൻ്റെ അനാട്ടമി അങ്ങനെ ആയതുകൊണ്ട്. ഇനി അത് മാത്രമല്ല, ചില കേസുകളിൽ ഇതിൻ്റെ കൂടെ തന്നെ ചില കോംപ്ലിക്കേഷൻസ് അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ വാൽവുലർ ഡിസീസ് ഉണ്ടാവാം. ഇനി അങ്ങനെയുള്ള കേസുകൾക്ക് എപ്പോഴും നമ്മൾക്ക് ഇത് രണ്ടും ഡീൽ ചെയ്തേ പറ്റുള്ളൂ. ഈ ഉള്ള അവസ്ഥയിലാണ് നമ്മൾ സാധാരണഗതിയിൽ ബൈപ്പാസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറുക. ഇനി പലപ്പോഴും സംഭവിക്കുക, ചിലതിൽ വല്ലാതെ കാൽഷ്യം അടിഞ്ഞിട്ട് കട്ടിയായിട്ടുള്ള രക്തധമനികളായിരിക്കാം, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് അടഞ്ഞു കിടക്കുന്ന രക്തധമനികൾ തുറക്കാൻ പ്രയാസമായിരിക്കാം, ഇല്ലെങ്കിൽ വളരെയധികം ബ്ലോക്കുകൾ, പല ബ്ലോക്കുകൾ, 3, 4, 5 ബ്ലോക്കുകളുള്ള രക്തക്കുഴലായിരിക്കാം. ഇങ്ങനെയുള്ളതിനകത്ത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് അത്ര പ്രായോഗികമല്ല, അല്ലെങ്കിൽ അത് പേഷ്യൻറ്റിന് ഒരു ഗുണം കുറവായിരിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് സാധാരണഗതിയിൽ നമ്മളൊരു ബൈപ്പാസ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറുക. ഈ സ്ക്രീനിങ്ങിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് ഒന്ന് പറയാം. സ്ക്രീനിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു 40 വയസ്സ് കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് തന്നെ അറിയാം നമ്മുടെ സിസ്റ്റം മാറുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രായമാവില്ല എന്ന് പറയും, എന്നാലും അപ്പോൾ അത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അതായത് നമ്മൾ 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഷുഗർ, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ 3 മാസം ഷുഗറിൻ്റെ കൺട്രോൾ, BP ഇതെല്ലാം നോക്കണം. ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ഫർദർ ടെസ്റ്റ് വേണം. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരാണെങ്കിൽ, ഇതിലേതെങ്കിലും ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ കാണുകയാണെങ്കിൽ ട്രെഡ്മിൽ ഇടയ്ക്ക് മേ ബി 1 in 2 years ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഈ 20 മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് 4 മുതൽ 6 വർഷ കാലയളവിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്ത് നോക്കാം. കാരണം ആരും ഇപ്പോൾ അത്ര ഒരു സേഫ് സോണിലല്ല, അതുകൊണ്ട്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവരാണെങ്കിൽ, അതായത് ഫാമിലി ഹിസ്റ്ററി, അല്ലെങ്കിൽ സ്മോക്കിംഗ്, അല്ലെങ്കിൽ റീനൽ ഡിസീസ്, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡയബറ്റീസ് ഉള്ളവർക്കെല്ലാം ഒരു പിടി ലെസ്സർ ത്രഷോൾഡാണ്, അതിനനുസരിച്ച് ചികിത്സിക്കണം. കൊളസ്ട്രോൾ നമ്മൾ LDL ട്രൈഗ്ലിസറൈഡ് 150-ൽ താഴെ നിൽക്കണം, LDL ഐഡിയലി 130-ൽ താഴെ നിൽക്കണം. ഇതെല്ലാം അസുഖം വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ ലെവൽസ് ബിക്കം മോർ സ്ട്രിഞ്ചൻറ്റ്, അതായത് കുറച്ചുകൂടെ താഴത്തെ ലെവലിൽ നമ്മൾ കൺട്രോൾ വേണം എന്നുള്ളത്. അതുപോലെ അമിതവണ്ണം, ഒബീസിറ്റി, നമ്മുടെ ഒരു ഹെൽത്തി BMI എന്ന് പറയുന്നത് 25 to 29.9 ആണ്. ആ റേഞ്ചിൽ തന്നെ നിർത്താൻ ശ്രമിക്കുക. അത് കൂടുതലുള്ളവർ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ഇത്രയാണ് ബേസിക്കലി സ്ക്രീനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ക്രീനിങ് ഉപാധികളാണ് ECG, എക്കോ, TMT, ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ബ്ലഡ് ടെസ്റ്റുകൾ. പിന്നെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിങ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഇൻവേസീവ് കൊറോണറി ആൻജിയോഗ്രാം നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യും. കാരണം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഡിസീസ് ഉണ്ടെങ്കിൽ ടാക്കിൾ ചെയ്യാം. പക്ഷേ ഇപ്പോൾ പുതിയ തോതിൽ വൈഡ് റേഞ്ച് ആയിട്ട് കണ്ടുവരുന്നതാണ് CT കൊറോണറി ആൻജിയോഗ്രാം. അതും ചെയ്യാൻ നല്ല സെൻറ്ററുകളിൽ ചെയ്യുന്നത് നല്ല കുഴപ്പമൊന്നുമില്ല. അത് കാരണം വെച്ചാൽ ഇതിൻ്റെ അത്ര നമ്മുടെ കൊറോണറി ആൻജിയോഗ്രാമിൻ്റെ അത്ര ഇൻവേസീവ് അല്ല. അപ്പോൾ പല പേഷ്യൻസും അത് പ്രിഫർ ചെയ്യാറുണ്ട്. അതിൽ കാൽഷ്യം സ്കോർ വെച്ചിട്ട് നമുക്ക് രക്തധമനികളുടെ വാസ്കുലർ ഡിസീസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ പെരിഫറൽ ആൻജിയോഗ്രാമും നമുക്ക് കാലിലേക്കുള്ള രക്തോട്ടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ട്. അപ്പോൾ CT ആൻജിയോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ള റോൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്.
ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സർജറി കേസുകൾ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ സർജറി കഴിഞ്ഞ ആളുകളുടെ പിന്നീടുള്ള ലൈഫിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വീണ്ടും ഒരു റിസ്കിനുള്ള സാധ്യത ഉണ്ടോ? അത് പലപ്പോഴും ആളുകളുടെ വിചാരമെന്ന് പറഞ്ഞാൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എല്ലാത്തിനും ലൈസൻസായി, ഇനി കുഴപ്പമില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല കാര്യം. ഇതൊരു ഏറ്റവും നല്ലൊരു പാലിയേറ്റീവ് മെത്തേഡാണ്. ഒരിക്കലും നമുക്കിത് ക്യൂർ ചെയ്യാനുള്ളൊരു ടെക്നോളജി ഇതുവരെ എത്തിച്ചിട്ടില്ല. പക്ഷേ ഇത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് ഒരു പാലിയേറ്റീവായിട്ട് പോകാൻ പറ്റുന്ന 2 രീതികളാണ് ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് ഓപ്പറേഷനും. പുതിയ ബ്ലോക്കുകൾ വരാം, വളരെ ചുരുക്കം പേരിൽ പുതിയ ബ്ലോക്കുകൾ വരാം. പക്ഷേ അത് വരാതിരിക്കണമെങ്കിൽ നമ്മളതൊരു ഡിസിപ്ലിനിൽ പോകണം. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റായിരിക്കണം, എക്സസൈസ് ഉണ്ടാവണം, മരുന്നുകൾ കൃത്യമായി ചെല്ലുന്നിരിക്കണം, ഡിറ്റക്ഷൻ വളരെ ഫ്രീക്വൻ്റായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഡയഗ്നോസിസും മറ്റു കാര്യങ്ങളും ചെയ്തു നോക്കണം, റിവ്യൂ ഉണ്ടാവണം. ഇനി ഇതെല്ലാം ചെയ്യുന്ന ഒരാൾക്ക് വളരെ കാലം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റും. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് മുതിർന്നവരിലൊക്കെ കാണുന്നത്. കുട്ടികളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? കുട്ടികളിൽ വരുന്ന ഹൃദ്രോഗം എന്താണ്? കുട്ടികളിൽ കണ്ടുവരുന്നത് മിക്കവാറും ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. കൺജെനിറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും, സൈനോട്ടിക് അല്ലെങ്കിൽ എസൈനോട്ടിക്, അതായത് പിന്നെ ക്രിട്ടിക്കൽ ലീഷൻസ്, അതായത് ജനന സമയത്ത് തന്നെ നമ്മൾ അതായത് 24-48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ടാക്കിൾ ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന. പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ നിയോനേറ്റൽ സ്ക്രീനിങ് ഒക്കെ വഴി ഡോപ്ലറൊക്കെ ചെയ്യുന്ന വഴി നമുക്കത് കണ്ടുപിടിക്കാനും, പിന്നെ കുറേ ഇപ്പോൾ നമ്മുടെ നിയോനേറ്റോളജിയും പീഡിയാട്രിക് കാർഡിയോളജിയൊക്കെ അഡ്വാൻസ്ഡ് ആയ സ്ഥിതിക്ക് അതിൽ മിക്കവാറും എല്ലാം ട്രീറ്റബിൾ ആയിട്ട് തന്നെ. പിന്നെ ചിലതുണ്ട് നമുക്ക് സിൻഡ്രോമിക് ആയിട്ട് വരുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്, അത് ഒരു ചുരുക്കം ഫ്രാക്ഷനേ ആവുന്നുള്ളൂ. പിന്നെ ചില അസുഖങ്ങൾ ഈ കാർഡിയോമയോപ്പതീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ജനനസമയത്ത് പ്രകടിപ്പിക്കണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടി വലുതാവും തോറും പല സിൻഡ്രോമിൻ്റെ കൂടുതൽ ബാക്കി അസുഖങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മസിൽ വീക്ക് ആവുക, മസിൽ കൂടുതൽ ഹൈപ്പർട്രോഫീഡ് ആവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്ററി ഡീറ്റെയിൽഡ് ആയിട്ട് ട്രേസ് ചെയ്യുകയാണെങ്കിൽ പേരൻസിലോ പ്രീവിയസ് ജനറേഷൻസിലോ ഒക്കെ കാണും. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രോപ്പറായിട്ടൊരു ജനറ്റിക് സ്റ്റഡി നടത്തുക, ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുക, പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക. അതാണ് കുട്ടികളിൽ ബേസിക്കലി. കുട്ടികളിലേക്ക് സർജറിയുടെ സാധ്യതകളോ ഏതൊക്കെ എങ്ങനെയാണ്? ഒരുപാടുണ്ട്. കൺജനറൽ ഹാർട്ട് സർജറി വളരെയധികം കുട്ടികളെ രക്ഷിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വളരെ ചെറുപ്പം മുതൽ, ഈവൻ ഗർഭാവസ്ഥയിലുള്ള ശിശുവിനെ മുതൽ വളരെ ചെറുപ്പമായിട്ടുള്ള എല്ലാ കുട്ടികളിലും ഇത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി പീഡിയാട്രിക് കാർഡിയക് സർജറി എന്നുള്ള ഒരു വിഭാഗമാണത് ചെയ്യുക. അതിന് പ്രത്യേകിച്ച് നമുക്ക് കാർഡിയക് സർജറി കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളത് പീഡിയാട്രിക് കാർഡിയക് സർജറിയിലേക്ക് മാറുക. അപ്പം ഒരുപാട് ഈ പറഞ്ഞതുപോലെ ജനിതകമായിട്ടുള്ളതും അല്ലാതെയും അക്വയർഡ് ആയിട്ടുള്ള ഡിസീസുകളും ഉണ്ട് കുട്ടികളിൽ. അപ്പം അങ്ങനെയുള്ള എല്ലാ ഡിസീസുകൾക്കും അതിൻ്റെ രീതിയിലുള്ള പരിഹാരങ്ങളുമുണ്ട്, ഓപ്പറേഷനായിട്ടും അല്ലാതെയായിട്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ കുട്ടികളിലുള്ള ഹൃദ്രോഗത്തെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ വാൽവുലർ ഹാർട്ട് ഡിസീസ്, വാൽവുകളുടെ പ്രശ്നം കാരണം അത് ചിലപ്പോൾ ജന്മനാ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റുമാറ്റിക് ഫീവർ വന്നിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മളത് കാണുന്നത് കുറവാണ്. കാരണം നമ്മൾ പ്രിവെൻഷൻ വെച്ചാൽ എല്ലാം, പിന്നെ നമ്മൾ ഈ ബേസിക് ഹൈജീൻ അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ബെറ്റർ ആയപ്പോൾ റുമാറ്റിക് ഇൻഫെക്ഷൻ സാധ്യത കുറയും. പിന്നെ അത് മൂത്താൻ മൂലം ഉണ്ടാകുന്ന ആ ഒരു ഹാർട്ട് ഡിസീസിൻ്റെ പ്രവണതയും കുറഞ്ഞു വരിക. പക്ഷേ അത് വാൽവുലർ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ അത് റുമാറ്റിക് ആണെങ്കിലും മറ്റേ ഏജിങ്ങിൻ്റെ പ്രോസസ്സ് വഴി വരുന്നതാണെങ്കിലും ലോങ് ടേം ആയിട്ട് പലപ്പോഴും സർജിക്കൽ മാനേജ്മെൻറ്റിലേക്ക് തന്നെയാണ് പോവാറ്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഡിവൈസുകൾ അല്ലെങ്കിൽ ടാവി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർജറി കൂടാതെയും ചില വാൽവുലർ ഹാർട്ട് ഡിസീസുകൾ ട്രീറ്റ് ചെയ്യാം. മൈട്ര ക്ലിപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എനിവേ താങ്ക് യു ഡോക്ടർ. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ലോക ഹൃദയ ദിനത്തിൽ ഹൃദയത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ഹൃദയം എങ്ങനെ സൂക്ഷിക്കണം, അതിനെ എങ്ങനെ പരിപാലിക്കണം എന്നെല്ലാം ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.